ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടുക്കാച്ച് പൊളിക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ എന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും കളിക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും നമ്മുടെ ഒരു കിടിലം പുതിയതായിട്ടുള്ള ഒരു ബസ്സും കൊണ്ടാണ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ബസ്സിനായിട്ട് ഇന്തോനേഷ്യയുടെ വീഡിയോസും ഞങ്ങളൊക്കെ കാണാതെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാൻ. കിടിലൻ ഗെയിമാണ്, എല്ലാവരും കളിച്ചു നോക്കും. ഓക്കെ, ഞാൻ ഒരു ദിവസം എങ്ങനെയാണ് ഈ മോഡൊക്കെ എടുക്കേണ്ടതെന്ന് എന്തായാലും പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ബസ്സും ഞങ്ങൾക്ക് നമ്മുടെ ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള ബസ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഓർഡിനറി ബസ് അങ്ങനെയൊക്കെ പറയില്ല, അതാണ്. ഓക്കെ, നല്ല പഴയൊരു ബസ് കാണും. ഇത് KSRTC ആണ്. ഞാൻ എന്തായാലും ഗിയർ ഫസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു കിടില വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയൊക്കെ. ഇതിന് നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കുറേ പേരുടെ വീഡിയോ കണ്ട് ഞാൻ എന്തായാലും മോഡ് വെച്ച് എടുത്തതാണ് ഈ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ. അവിടെ നിന്നൊരു വണ്ടിയും തട്ടി ചെറുതായിട്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെ എന്ത് വണ്ടിയായ തട്ടില്ല പിന്നെ. ഓക്കെ, സാരമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നേരെ എന്തായാലും പോവാം. ഓക്കെ, നമുക്ക് നേരെ സൈഡിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ ഐസൈഡ് വണ്ടിയും കണക്കെ എന്തായാലും വളച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് നേരെ എന്തായാലും കത്തിച്ചുവിടാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസൈഡ് എന്തായാലും ലൈറ്റൊക്കെ അടിച്ചു വെക്കാം. സൈഡൊക്കെ തട്ടിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇന്നെങ്കിലും തട്ടാതെ നമുക്ക് ഓടിക്കണം. ഓക്കെ, ഞാൻ എന്തായാലും സെക്കൻഡ് ഗിയറിൽ ഇടുന്നുണ്ട്. വണ്ടി മാറ്റിത്താ. എൻ്റെ ബാക്കിൽ കൊണ്ട് തന്നെ ഇടിച്ച്. എൻ്റെ അമ്പോ, വണ്ടിയുടെ സ്പീഡ് കൂടിപ്പോയി. എന്താ എടുത്തോണ്ട് പോ. എന്താണ് കാണിക്കണ ഇയാള്? എടുത്തോണ്ട് പോടോ. അയ്യോ, നമ്മുടെ ബസ്സിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് പോയി. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ക്യാഷൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ആ ഒരു ഇടിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, വണ്ടിയുടെ ബാക്കാണെങ്കിൽ നല്ല രീതിക്ക് ചളിങ്ങിയിട്ടുണ്ട്. ഓക്കെ, അമ്മമാരെന്തരാണ് അത് വണ്ടി ഇടുന്നത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നൈസായിട്ട് ഗിയറിങ്ങനൊക്കെ മാറ്റാം. അങ്ങനെയെങ്കിലും ഇടിക്കാതെ നോക്കുമ്പോൾ ഇവന്മാർ കാണിക്കണതാ. ഈ ബസ്സിൻ്റെ കൺട്രോളാണെങ്കിലാ എൻ്റെ മോനെ ഇവിടെയൊക്കെ കയറി ഇറങ്ങണല്ലോ ഈ ബസ്. അത് സാരമില്ല, നമ്മൾ എന്തായാലും ഇറങ്ങാം. നമ്മളിപ്പോഴും ആ ബസ് സ്റ്റോപ്പിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇത് എന്തരടേ ഗെയിമിലുള്ളൊരു കുഴപ്പം, ഗിയർ മാറ്റാൻ ഭയങ്കര പാടും. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് അങ്ങനെ പുറത്തിറങ്ങിയെന്ന് തോന്നണം. അവിടെ നിന്ന് അടുത്ത വണ്ടി വന്നു. ഒന്ന് മാറ്റടേ, ഇന്ന് മാറ്റ്, വണ്ടി മാറ്റി സീനില്ല. ഓക്കെ, എന്തായാലും നൈസായിട്ട് വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി നൈസായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറ്റുമോ എന്തൊക്കെ. നമ്മളെന്തായാലും വഴി തെറ്റിയാണ് വന്നത്. നമ്മളെന്തായാലും നൈസായിട്ട് ഗിയറിങ് കണക്കെ എന്തായാലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിയിൽ കൂടെ വഴി കൂടെ കയറാം. ട്രെയിൻ പോണ വഴിയുടെ ഇതൊക്കെ എൻ്റെ അമ്മ, ഏതെങ്കിലും ട്രെയിൻ ഒന്നും തീർന്നൊക്കെ. ഓക്കെ, എൻ്റെ അടിയിൽ കൂടെ എടുക്കാം. ഓക്കെ, അങ്ങനെ എൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ടുണ്ട്. എൻ്റെ അടിയിൽ കൂടെ ഞാൻ അങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ വണ്ടി വലിച്ചെന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗിയറിങ്ങനൊക്കെ തേർഡിലിട്ടിട്ടുണ്ട്. എൻ്റെ അമ്പോ, വണ്ടി പറക്കുകയാണല്ലോ. അങ്ങനെ ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കയറിയേക്കുന്നുണ്ട്. നല്ല ഈ വണ്ടി പറക്കുന്നുണ്ടൊക്കെ. അയ്യോ, വണ്ടി ഇടിച്ചടേ. ഇതിപ്പം ഒറിജിനൽ ഓൾഡ് ജനറേഷൻ ബസ് പോലെയാണ് ഇരിക്കണം. ഇടിച്ചൊരു പരിവായി.
മാറ്റ്, വണ്ടി എടുത്ത് മാറ്റ്, ബാക്കിയുള്ളവർക്ക് പോകണ്ടേ. ഇവന്മാരൊക്കെ കാര്യം ഒന്ന് വിഷയമേ, നമുക്ക് വണ്ടി കൊണ്ട് പറത്ത്. ഇത് പിന്നെ 300 പോകുന്നാണ് പറയണത്, എനിക്കറിഞ്ഞൂടാ. പക്ഷെ വണ്ടി നല്ല സ്പീഡ് കയറുന്നുണ്ട്, ഇടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഇല്ല. നോക്കാം. ഞാൻ എന്തായാലും ഫിഫ്തിലിട്ടിട്ടുണ്ട്. വണ്ടി വരും, മാറ്റി. ഓക്കെ, അടുത്ത വലിയൊരു വിഷയം എന്തായാലും ഓപ്പണായി പറഞ്ഞുണ്ട്. ഓക്കെ, നമുക്ക് 4 ഇതേപോലത്തെ എന്തോ ഉണ്ടെന്നാണ്. ഓക്കെ, ഇനിയൊക്കെ കുറച്ച് വലിയ റൂട്ടാണ് തോന്നുന്നത് എടുത്തത്. ഓക്കെ, എന്തായാലും ഈ സൈഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഓക്കെ, എന്തായാലും ഫൈനലി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും വണ്ടി കൊണ്ടെന്തായാലും കത്തിച്ചെന്തായാലും വിടണം. ഞാൻ 3rd എന്തായാലും ഒരിക്കൽ കൂടി ഇട്ടിട്ടുണ്ട്. എന്തായാലും അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡ് അധികം കയറത്തില്ല. നമുക്ക് വലിയൊരു വഴിയാണ്. എൻ്റെ 3rd കയറി തന്നെ 170 എത്രയൊക്കെയോ കയറുന്നത്. 4th ഇട്ടിട്ടുണ്ട്. എൻ്റെ നല്ല രീതിക്കുന്നാലും വണ്ടി പോകാനുണ്ട്. മാറ്റി. എൻ്റെ മണ്ടക്കൂടെയൊക്കെ എടുത്തോണ്ട് വന്നു എൻ്റെ അമ്മ. മാറ്റടേ, വണ്ടി എടുത്ത് മാറ്റ്. ഓ മാൻ, ഇതെന്താണ്? നമ്മുടെ ഫ്രണ്ടിന് കുഴപ്പമില്ലല്ലേ, ബാക്കാണോ വഴി തെറ്റിപ്പോയി. സീല കറക്റ്റ് എടുക്കും. മാരെ കാര്യം കിടിലനായിട്ട് ഓടിച്ചു വരുമ്പം അവർ വഴിയിൽ കൊണ്ട് വണ്ടി നിർത്തി. ഓ, അടുത്താണ്. വണ്ടി എടുത്ത് മാറ്റി. എന്തായാലും നൈസായിട്ട് എന്തായാലും ഗിയർ കണക്ക് എന്തായാലും മഴ. നമുക്ക് എൻ്റെ ഇൻറ്റീരിയർ ഇട്ടൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, ഇൻറ്റീരിയറിൽ എന്താണ് വലിയ PC പോലെയൊക്കെ വച്ചേക്കണ. എനിക്കറിഞ്ഞൂടെ കൈസൊക്കെ. 3rd വണ്ടി കൂടുതൽ പറക്കണം. ഓക്കെ, ഇൻറ്റീരിയറിലിട്ട് ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒറിജിനാലിറ്റി ഒരു ഫീല് തോന്നിക്കണം. ഓക്കെ, എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ ഇത് ഓടിക്കാനായിട്ട്. ഇൻറ്റീരിയർ വെച്ചൊക്കെ 4th ഇടുന്നുണ്ട്, എന്നാലേ വണ്ടി കൂടുതൽ സ്പീഡിൽ പോകും. നമ്മുടെ വഴിയാണെങ്കിൽ ചെറുതായിട്ട് തെറ്റിയിടുന്നത്. ഓ അയ്യോ, വണ്ടി കൊണ്ട് ഇടിച്ച് ഗൈസ്. വഴി തെറ്റിയതാണ്. ഇതെന്താണ്? വണ്ടി കളയ്ക്കാൻ സ്ഥലമില്ല. വണ്ടി ഫോണില് ആട്ര വണ്ടി അല്ല. അയ്യോ, വണ്ടി മറിഞ്ഞൊക്കെ പോണുണ്ട്. ഇവിടെ കറക്കരുത്. ആട്ര ഇവന്മാരൊക്കെ എന്തരടേ കഷ്ടം. വണ്ടിയുടെ പുറകൊക്കെ ഉണ്ടൊരു പരിധി. ഗിയർ മാറ്റാൻ പറ്റുന്നില്ല. അപ്പം തന്നെ ഈ വണ്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. പക്ഷേ വണ്ടി എന്നാലും ഓടുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇതെന്തോണേ ഭയങ്കര ചുറ്റലൊക്കെ. ഗിയറാണെങ്കിൽ എന്തര് കണ്ട, ഗിയർ മാറ്റാൻ പറ്റുന്നില്ല. ഭയങ്കര പാടാണ് ഈ ഗിയർ മാറ്റാനായിട്ടൊക്കെ. ഇവിടെ ഫുള്ള് വളം വേണ്ട, അത് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടേ പറ്റുന്നില്ല. ഞാനങ്ങനെ ഇതിൻ്റെയൊക്കെയോ അകത്തൂടെയൊക്കെ കയറി പോവുകയാണ്. അങ്ങനെ ഈ വണ്ടിക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. വലിയൊരു ഇതിൻ്റെ മണ്ടക്കിടയ്ക്കിടെ കയറി പോകണം. ഓ, നമ്മൾ വലിയൊരു ഇതിലെത്തിയിട്ടുണ്ട്. ഇത് വേറൊരു ഇതാണ് കേട്ടോ, നമ്മുടെ ബസ് സ്റ്റാൻഡിൽ. അത് തന്നെ. എന്തായാലും വണ്ടി നൈസായിട്ട് തിരിച്ചെടുക്കും. ഓക്കെ, ഇനിയെങ്കിലും നമുക്കൊന്ന് സ്പീഡൊന്ന് നേരെ ടെസ്റ്റ് ചെയ്യണം. ഇവിടെ ഓ, ഇതെന്താണ് ഈ റൂട്ടൊക്കെ ഭയങ്കര വളവ് കേട്ടാ.
ഈ വണ്ടി നല്ലൊരു വണ്ടിയാണ്. ഞാൻ ഇടിച്ച് നശിപ്പിച്ച്. റൂട്ടൊട്ടും കൊള്ളില്ല. ഫുള്ള് വളവ്. സ്പീഡും ചെക്ക് ചെയ്യാൻ പറ്റൂല. എന്തായാലും വണ്ടി മാക്സിമം സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇടി. ഞാൻ എന്തായാലും നൈസായിട്ട് വണ്ടി ഇട്ട് കണ്ട. വണ്ടി ഇപ്പം 3-ലൊക്കെ ഇടുമ്പം ഇഴങ്ങിയാണ് പോകണ്ട. 4 മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മഴ പെയ്യുമ്പോൾ ഇൻറ്റീരിയർ ഇട്ട് കളിക്കാനാണ് രസം. ഞാൻ അങ്ങനെ ഫിഫ്ത്തിലിട്ടിട്ടും കാര്യമല്ല. വണ്ടി ഇഴഞ്ഞാണ്. സാരല്ല കേസ്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു വീഡിയോ എന്തായാലും പിന്നെ എന്തായാലും ഇടാൻ കേസ്. ഓക്കെ, നമുക്ക് നല്ല സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒന്നേ വണ്ടി ഒന്ന് നേരെ കയറി. സൈഡിൽ കൂടെ എൻ്റെ അമ്പോ ഭയങ്കര പാടാണ് കേട്ടോ. വണ്ടി എടുത്ത് മാറ്റടേ. മാറ്റാ അങ്ങോട്ട്. അത് റോട്ടിൽ കയറിയിട്ട്. ഓക്കെ, ഞാൻ അങ്ങനെ സെക്കൻഡ് ഗിയർ ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ഇട്ടും കാര്യമില്ല. വണ്ടി കയറണില്ല. തേർഡ് ഇട്ടിട്ടും കയറണില്ല. വണ്ടിയുടെ ലൈഫ് കുറവാണ്. അതുകൊണ്ടാണ്. ഇതെന്താണ്. ഓക്കെ, ഞാൻ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് റോങ് സൈഡ് പിടിക്കാം. എന്താണെന്ന് വെച്ചാൽ റോങ് സൈഡ് പിടിക്കുമ്പോൾ എതിരെ വണ്ടിയൊക്കെ വരില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെട്ടിച്ച് പോകാൻ നല്ല രസം. തിരിച്ച് വീണ്ടും ഞാൻ നമ്മുടെ റൂട്ടിൽ കയറിയിട്ടുണ്ട്. എന്തായാലും 4th ഇടുന്നത് ഇത്രയിലിട്ടിട്ടും കാര്യമില്ല. സാരമില്ല. ഈ ഒരു വണ്ടിയുടെ ഒരു നെക്സ്റ്റ് ഇതേപോലെ തന്നെ വണ്ടി ഫുള്ളായിട്ട് റിപ്പയർ ചെയ്ത് ഒരു വീഡിയോ കാണാൻ എന്തായാലും ഞാൻ എന്തായാലും പിന്നെ എന്തായാലും ഇടാൻ കഴിയും. ഓക്കെ, സീനൊന്നും ഓക്കെ. എന്താണ് എന്തൊരു ഗിയറുടെ ഗിയറാണ് മാറണമില്ല. മാനുവലിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ. കണ്ട ഗിയർ കിടന്ന് കളിക്കുക. ഇതെന്താണ് പക്ഷെ ദേഷ്യം പിടിപ്പിക്കാണല്ലോ ഈ ഗിയർ. ഓക്കെ, നല്ല മഴ പെയ്യുന്നുണ്ട്. പെട്രോൾ പമ്പിലൊക്കെ കയറി. എന്തിനാണ് ഡേഡയൊക്കെ നമ്മളെടുക്കാം. ഓക്കെ, നമ്മുടെ കൂടെയുള്ള വണ്ടികൾ നമ്മളെ ഓർഡർ നല്ല സ്പീഡുള്ളൊരു വണ്ടിയാണ് ഇതെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് ഇടിച്ച് ഈ ഗതിയിലാക്കിയിട്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. സാരല്ലേ, നമുക്ക് ഇതേപോലെ തന്നെ ഒരു വീഡിയോ കാണൊക്കെ എന്തായാലും കൂടെ ഇടാം. ഓക്കെ, ഈ വണ്ടി അഗെയിൻ ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതാ. അയ്യോ, വണ്ടിയുടെ ഡോറൊക്കെ ഓപ്പണായി പോയി. എന്താണ് എല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്യണം. കാറുകാരനെ എവിടെയാണ് വന്നത്? എവിടെ കാറുകാരൻ? കാറില്ല, വാനാണ്. തട്ടോട് ഓൾഡ് ജനറേഷൻ്റെ പവർ കാണിക്കുക. എൻ്റെ അമ്മോ, ഒന്ന് തട്ടാൻ പറ്റുന്നില്ല. ഇത് കയറണില്ല നേരെ. അയ്യോ, അതിൻ്റെ ഒരു ഇടിയും കൂടെ ഉണ്ട്. ഫ്രണ്ടിലും സീനില്ല കേട്ടോ. എൻ്റെ ബാക്കിയാണ് പോയത്. കണ്ട ഫ്രണ്ടിലൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ല. മോഡിൻ്റെ പവറാണ്. എന്താണിത്? ഞാൻ ഒരു റിവേഴ്സ് അടിക്കാം. അയ്യോ, ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട? ഓക്കെ, ഓർമ്മയുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. നമ്മളാണെങ്കിൽ അന്ന് വണ്ടി മറ്റേ അശോക് ലൈലാൻഡിൻ്റെ KSRTC വന്നപ്പോൾ നമ്മളൊരു വണ്ടിയുടെ മണ്ടക്കൂടെ ചാടിയൊക്കെ പോയില്ലേ? ഇതാ സ്ഥലമാണ്. ഓക്കെ, ആ കിടക്കണ കാർ അതായിരുന്നു. അതായിരുന്നു തോന്നണം. അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ KSRTCയുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്കെന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ് ഈ വണ്ടിയുടെ തന്നെ ആയിട്ടുള്ളത്. എന്തായാലും വണ്ടി നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിരിക്കും. അപ്പം
ഇതിൻ്റെ ഒരു കിടിലനായിട്ടുള്ള സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അതിൽ അടുത്തെന്നാലും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.